ഹലോ കൂട്ടുകാരെ, നമ്മൾ കുരുമുളകിട്ട് വറുത്തെടുക്കാതെ നല്ലൊരു കുരുമുളകിട്ട് മത്തി പറ്റിച്ചത് കണ്ടാലോ. നല്ല വറ്റിച്ചെടുത്ത് നല്ലൊരു മത്തിക്കറി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 7-8 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിനകത്ത് എരിവിനായിട്ട് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അരച്ചെടുക്കേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മത്തി ഇതുപോലെ വലിയ മത്തിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണേ. ചെറിയ മത്തിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ വറുക്കാനൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നെയ്യമത്തിയാണ്. നെയ്യമത്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്കിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു ചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ഇവിടെ വയ്ക്കുക. ചട്ടിയിലോട്ട് കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തണ്ടോട് കൂടി തന്നെയാണ് കറിവേപ്പില എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഉണ്ടല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒരു പെറുക്കി വെച്ച് കൊടുക്കുവാണേ. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഉടഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അടുക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് വരുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടി അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഞാനിവിടെ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 4 കുടംപുളി വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നേ. ആ വെള്ളത്തോട് കൂടി തന്നെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് കുറച്ച് ചാറുണ്ടാവും, 1/4 കപ്പാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിലും എടുക്കാം കേട്ടോ. വാളംപുളി ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം ഒരു ഇല വെച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, മീനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് ചാറൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചപ്പോൾ തന്നെ നമ്മുടെ മീനിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് അതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്തു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇല വെച്ച് അടച്ച് വെക്കുക കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പം ഒന്ന് ആറി കഴിഞ്ഞിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ വറുത്ത് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.